വയനാട് DCC പ്രസിഡന്റായി TJ ഐസക് സ്ഥാനമേറ്റു. സന്തോഷത്തോടെ കസാരയിൽ ഇരുത്തിയെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. വയനാട് കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടെന്നും താൻ ഉത്തരവാദിയല്ല എന്നുമാണ് ND അപ്പച്ചൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതോടെ വയനാട് കോൺഗ്രസിൽ വീണ്ടും പുതിയ പോരിന് തുടക്കമാവുകയാണ്. വയനാട് DCC പ്രസിഡന്റായി TJ ഐസക് സ്ഥാനമേറ്റു. വളരെ സന്തോഷത്തോടെ ഏകകണ്ഠമായി TJ ഐസക്കിനെ കസേരയിലിരുത്തിയെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചടങ്ങിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. TJ ഐസക് DCC പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തു. അപ്പൻചേട്ടനും ഞാനും ചേർന്ന് ചാർജ് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തെ DCC പ്രസിഡന്റ് കസേരയിലിരുത്തി അപ്പൻചേട്ടനും ഞാനും മറ്റു നേതാക്കന്മാരും ഷാൾ അണിയിച്ച് സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, ആവേശത്തോടെ, ഐക്യത്തോടെ ഞാൻ മറ്റു പരിപാടിയിലേക്ക് കടക്കാം. സംഘടനാ തെരഞ്ഞെടുപ്പ് വരും മുൻപ് ഇങ്ങനെയൊരു നേതൃമാറ്റം പെട്ടെന്ന് നടത്തിയത് എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെല്ലാം അവഗണിച്ച് ധൃതിപ്പെട്ട് സണ്ണി ജോസഫ് വാഹനത്തിൽ കയറിപ്പോയി. പക്ഷേ വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഗ്രൂപ്പ് പോരും രൂക്ഷമാവുകയാണ്. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും തമ്മിലുള്ള ഗ്രൂപ്പ് പോരിൽ ND അപ്പച്ചനെ മാത്രം സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ദേശീയ നേതൃത്വവും KPCC നേതൃത്വവും തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നത് അപ്പച്ചന്റെ അണികളെ രോഷാകുലരാക്കുന്നുണ്ട്. മറുഭാഗത്ത് T സിദ്ദിഖിന്റെ നോമിനിയായി TJ ഐസക്കിന്റെ വരവും കുറച്ചൊന്നുമല്ല അണികളെ പ്രകോപിതരാക്കുന്നത്. ND അപ്പച്ചന്റെ വാക്കുകളിലും അത് പ്രകടമാണ്. വയനാട് കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഇതിനൊന്നും താൻ ഉത്തരവാദിയല്ലെന്നും പലർക്കും പല താല്പര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളും വിരൽ ചൂണ്ടുന്നത് IC ബാലകൃഷ്ണൻ MLA തന്നെയാണ്. ഈ വിഷയത്തിലൊക്കെ അപ്പച്ചേട്ടന് മാത്രമായി ഒരു എന്താ പറയുക നേരെ നടപടി വന്നു എന്നുള്ള ഒരു അഭിപ്രായം. നടപടിയല്ല. ഞാൻ സ്വയമേവ തീരുമാനിച്ചു കൊടുത്തല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ചെയ്തത്. അതിനിടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വയനാട്ടിലുണ്ടായി. അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പലർക്കും പല താല്പര്യങ്ങളുണ്ടാകാമായിരിക്കാം. ഞാനത് പരിശോധിക്കാനും പോയിട്ടില്ല, സംസാരിക്കാനും ഞാൻ പോയിട്ടില്ല കാര്യത്തെ പറ്റിയിട്ട്. പഴയ DICക്കൊപ്പം പോയ അണികളുമായുള്ള ബന്ധം ദൃഢമായി തുടരുന്ന ND അപ്പച്ചന്റെ വാക്കുകളിൽ ഇപ്പോഴും പോര് തീർന്നിട്ടില്ല എന്ന ധ്വനി തന്നെയാണുള്ളത്. വയനാട് നിന്നും PV ജോഷില.